പവർ ഗ്രൂപ്പിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആരാ? മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു പവർ ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഈ അന്വേഷണം എത്തില്ലല്ലോ. അങ്ങനെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യതയും ഇതിൽ കാണുന്നില്ല. കാരണം ഇതിലെ യഥാർത്ഥ പവർ ഗ്രൂപ്പായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചത് ആരാണ്? സർക്കാരാണ്. അപ്പോൾ സർക്കാരിന്റെ ഈ അന്വേഷണത്തിലേക്ക് വിടേണ്ട പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ തലവൻ, മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എന്ന് ചോദിക്കുന്നത് പോലെ ഈ യഥാർത്ഥ തലവൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അറിയാതെ ഇക്കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമോ? ഇപ്പോൾ മുകേഷിന്റെ രാജി സംഭവിക്കുന്നില്ല. മുകേഷിന്റെ രാജി ഇതുപോലെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ വരികയും അത് പരാതിയായി മുന്നിൽ വരികയും ചെയ്യുമ്പോൾ മുകേഷിനോട് രാജി ആവശ്യപ്പെടാത്തതിലൂടെ ന്യായമായും സംശയിക്കേണ്ടത് ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു കാരണവരായി നിന്ന് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിനിമാ മേഖലയിലെ ഒരാൾക്ക് ഇത്രയും പവർ ഉണ്ടാകുമോ? സിനിമാ മേഖലയിൽ ഒരു മമ്മൂട്ടി വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ മോഹൻലാൽ വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? ബി ഉണ്ണികൃഷ്ണൻ മാത്രം വിചാരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഈ പവർ ഗ്രൂപ്പും അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ ആ ഒരു പവറും സിനിമാ താരങ്ങളുടെ ആ താരപ്രഭയിലുള്ള പവറും അവരുടെ പണത്തിന്റെ പവറും ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പവർ പൊളിറ്റിക്സ് ഇവിടെയുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ആ പവർ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും കാലം ഇതിനെയെല്ലാം ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സംവിധാനങ്ങളെയൊക്കെ ചലിപ്പിക്കാൻ കഴിയുന്നത്. അതിപ്പോൾ നിലവിൽ ഉള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ എന്ന് മാത്രമല്ല, അതിന് മുൻപുള്ള സർക്കാരുകളിലേക്ക് പോകണം. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നല്ലോ. ആ കമ്മിറ്റിയും സിനിമാ മേഖലയെക്കുറിച്ചൊക്കെ പഠിച്ചു, കുറേ റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു. UDF ഭരിക്കുന്ന കാലത്താണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു കാര്യം നടപ്പായോ? ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് ഇപ്പോൾ വരും, നടപ്പാകും, എല്ലാം ശരിയാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്? ഒന്നും ശരിയാകാൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. പക്ഷേ ശരിയാക്കാൻ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, കോടതി തീരുമാനിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ 3 പവറിലും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രം മാറ്റം സംഭവിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇവിടെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഒഴിഞ്ഞേക്കും ഉണ്ടത്രേ. എത്ര നേരമായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്? വൈകുന്നേരമാകുമ്പോൾ തീരുമാനമാകുമെന്നാണ് ഷാജിയൻ കരുൺ പറഞ്ഞത്. എവിടെ തീരുമാനമില്ല. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ മുകേഷ് എന്ന ആരോപണ വിധേയനായ MLA നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറ്റാരോപിതനാണ്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട്, കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്ത സ്ഥിതിക്ക് അദ്ദേഹം MLA സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നൊക്കെ സ്വയം മാറി നിൽക്കണം. അതാണ് അന്തസ്. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പറയാനുള്ള ഡയലോഗിലുള്ള വാക്കാണല്ലോ ഈ അന്തസ്. ആ അന്തസ് എന്തുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്? ആ അന്തസ് ഇവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് വ്യക്തം. ഇവിടെ ചിരിക്കാൻ പറഞ്ഞല്ല, ഇടവേള എടുക്കും. ശരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. അന്തസ് വേണമെടാ അന്തസ് എന്ന് പറഞ്ഞത് മുകേഷ് ആണ്. മാഡത്തിന് ചിരിക്കാൻ ഇടവേള വേണോ? വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ തുടരുകയാണ് സർ. 2022 ബ്ലാക്ക് മെയിലിംഗ് നേരിട്ട ആളാണ് മുകേഷ്. അത് ആരോപണമല്ല കേട്ടോ. അദ്ദേഹം തന്നെ വാർത്താക്കുറിപ്പായി നമ്മളെ എല്ലാവരെയും അറിയിച്ചതാണ്, ജനങ്ങളിലേക്കും എത്തിച്ചതാണ്. 2022 ഈ പരാതിക്കാരിയായി വന്ന സ്ത്രീ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു, കൂടുതൽ പണം ആവശ്യപ്പെടുന്നു, പ്രത്യേക മതവിഭാഗത്തെ ഉപയോഗിക്കുന്നു, ഭർത്താവ് വിളിക്കുന്നു. ഇത്രയധികം ഇവന്റ്സ് ഉണ്ടായപ്പോഴും ഒരു പാർട്ടി സംവിധാനം, അതും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ MLA ആയിരിക്കുന്ന ഒരാൾക്ക് നേരെ ഇതുണ്ടാകുമ്പോൾ ആ പാർട്ടി സംവിധാനത്തിലെ ഒരാളെ പോലും അദ്ദേഹം അറിയിച്ചില്ല. എത്ര വിചിത്രമാണ്! ആഭ്യന്തര വകുപ്പിൽ അറിയിക്കാം, അല്ലെങ്കിൽ അവരെ ആരെയും വിശ്വാസമില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാം. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ആക്സസ് ഉള്ള ആളാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറിയിക്കുന്നില്ല? അല്ലെങ്കിൽ ഇങ്ങനെയൊരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായെന്ന് അദ്ദേഹത്തിന്റെ പോലീസ് സുഹൃത്തുക്കളെ അറിയിക്കാം. ആരെയും അറിയിക്കാതെ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും വേദനിച്ചു കഴിഞ്ഞിരുന്ന മുകേഷിനെ കുറിച്ചാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ പറഞ്ഞ് എന്തിനാണ്? പോലീസുകാർക്ക് ഒത്തിരി കേസുണ്ട്. എന്റെ കേസ് കൂടി പറഞ്ഞ് ഈ ബ്ലാക്ക് മെയിലിങ്ങിനെ കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കണം എന്നൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ കഴിയില്ല. ഇവിടെ മുകേഷ് കളിക്കുന്ന ആ ഒരു റോൾ പ്ലേ ഉണ്ടല്ലോ, അത് കുറച്ച് വലുത് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെയും പല കാര്യങ്ങളും ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യയൊക്കെ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാത്തതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പല കാര്യങ്ങളും നേരത്തെയും പുറത്തു വന്നിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് പാർട്ടി എന്നെ സംരക്ഷിക്കുന്നില്ല, പാർട്ടി പിന്തുണയ്ക്കണം. പാർട്ടി എന്തിന് പിന്തുണയ്ക്കണമെന്നാണ്? CPIM എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്ന വ്യക്തിയെ പിന്തുണയ്ക്കും എന്ന പ്രതീക്ഷയും പ്രത്യാശയും അദ്ദേഹത്തിന് വരുന്നത് എപ്പോഴാണെന്നറിയുമോ? ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുമ്പോൾ പാർട്ടി എന്താണ് ചെയ്തു വരുന്നത്? മുകേഷ് MLA ആയി ഈ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹം കണ്ടു ശീലിച്ചത് എന്താണ്? മറ്റ് ആളുകളുടെ ഈ ലൈംഗിക ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി കോടതി ഇടപെട്ട് തീർപ്പാക്കുന്നുണ്ട്. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനാണ് അന്വേഷിക്കുന്നത്, പോലീസിലേക്ക് പോകുന്നില്ല. അതുപോലത്തെ ഒരു സംവിധാനമാണ് അദ്ദേഹത്തിനെതിരെയും ആരോപണം ഉയരുമ്പോൾ ഇവിടെ ഉണ്ടാവുക എന്നതായിരിക്കാം അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പാർട്ടിയുടെ സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കമ്മീഷനാണ് അന്വേഷിച്ചത് അങ്ങനെയുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് പോലീസിലേക്ക് ഡയറക്റ്റായി ഒരു പരാതി പോവുകയാണ്. അപ്പോൾ അവിടെയും പാർട്ടി ഇടപെട്ട് പ്രൊട്ടക്ട് ചെയ്യണം. എന്തൊരു വിചിത്രമായ ന്യായമാണ് ഒരു MLA സ്ഥാനത്തിരുന്നു കൊണ്ട് മുകേഷ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആളുകൾ
ഒന്നിച്ച് ഇറങ്ങി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയക്കാരല്ല ആവശ്യപ്പെടുന്നത്, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധിയാക്കിയ ജനങ്ങൾ ആവശ്യപ്പെടണം. ഇങ്ങനെയുള്ള ഒരാളാണോ MLA ആയിരിക്കേണ്ടത്? എനിക്ക് നേരെ ലൈംഗിക ആരോപണം വന്നു, എന്നെ എൻ്റെ പാർട്ടി സംരക്ഷിക്കണം. ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIM-ന്റെ MLA ആയതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വാദമാണിത്, ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ CPIM-ന്റെ MLA ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഈ ആരോപണം വന്നത്. CPIM-ന് ഈ ഒരു MLA മാത്രമേ ഉള്ളൂ, ബാക്കി MLA-മാർക്കെതിരെ എന്താ ആരോപണം വരാത്തത്? മറ്റാരോപണങ്ങളൊക്കെ വരുന്നുണ്ടാകാം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ മേഖലയിൽ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ആരോപണം വരുന്നില്ല. സിനിമാക്കാർക്കെതിരെ മാത്രം വരുന്ന, അല്ലെങ്കിൽ സിനിമാക്കാർ ഉൾപ്പെട്ട നെക്സസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ചുരുക്കാം. അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, തൃശ്ശൂരിൽ നിന്നുള്ള MP സുരേഷ് ഗോപി, അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നില്ലല്ലോ, പരാതി വന്നില്ലല്ലോ. എന്താ വരാത്തത്? ഇതുപോലെയുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. മറ്റു കാര്യങ്ങളിലൊക്കെ സുരേഷ് ഗോപിയെ വിമർശിക്കാം, പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ പരാതി വന്നോ? ഏതെങ്കിലും ഒരു ആരോപണം വന്നോ? മുകേഷിനെതിരെ അങ്ങനെയാണോ? ആരോപണങ്ങളുടെ ഒരു ചാകരയല്ലേ? തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന പേരേതാ? M മുകേഷ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി സംരക്ഷിക്കണം, പാർട്ടി സംരക്ഷിക്കുകയാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പവർ ഗ്രൂപ്പ് എവിടെയാണ്? പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CPIM-മായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, കൂട്ടരാജി AMM എന്ന് പറയുന്ന താരസംഘടനയുടെ കൂട്ടരാജിയിൽ മോഹൻലാൽ തീരുമാനമെടുക്കാൻ വിളിച്ചതാരെയാണ്? ആരാണ് തീരുമാനമെടുത്തത്? മമ്മൂട്ടി ആരാണ്? കൈരളി TV-യുടെ ചെയർമാൻ, CPIM-മായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി, സർക്കാരുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് 4.5 കൊല്ലം വെളിച്ചം കണ്ടില്ല? അതിന് ഉത്തരം പറയേണ്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഈ ചലച്ചിത്ര മേഖലയിൽ ഇത്രയും വർഷമായി നിലനിൽക്കുന്ന ആളാണ്. താരസംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാൽ ഇപ്പോൾ ആ സ്ഥാനത്തില്ലല്ലോ. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മമ്മൂട്ടി നിൽക്കുന്നത്. ഈ തീരുമാനമെടുക്കുന്നതിന് രാജിയാണ് നല്ലത്, കൂട്ടരാജി നല്ലതാണ് എന്ന് അഡ്വൈസ് ചെയ്ത മമ്മൂട്ടിയും ഇതിൽ ഉത്തരം പറയണം. ഉത്തരം പറയാൻ മമ്മൂട്ടി തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിതറിക്കിടക്കുകയാണ്. അത് പവർ പൊളിറ്റിക്സിലേക്കും പോകുന്ന ഒരു പവർ ഗ്രൂപ്പാണ് എന്നുള്ളത് കൃത്യമാണ്. അല്ല എങ്കിൽ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു റിപ്പോർട്ട് WCC എത്ര ബുദ്ധിമുട്ടിയാണ് ഈ ഒരു നിവേദനത്തിലേക്ക്, അല്ലെങ്കിൽ അവർ കടന്നുപോയ വഴികൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പവറിൻ്റെയും ഇൻഫ്ലുവൻസ് വരാത്ത രീതിയിൽ വേണമായിരുന്നു ഈ അന്വേഷണം നടത്താൻ. ഇപ്പോൾ SIT കുറിച്ച് പറഞ്ഞു. SIT രൂപീകരിച്ചിട്ട് അവർ ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അതായത് ഈ സ്ത്രീകളൊക്കെ പറയുന്ന, ഇന്ന് കൊച്ചിയിൽ പോയി മൊഴിയെടുക്കുമ്പോൾ, ആലുവയിൽ പോയി മൊഴിയെടുക്കുമ്പോഴും എല്ലാം പരിശോധിക്കുകയാണ്. എന്നിട്ട് അതിൽ കഴമ്പുണ്ടോ എന്ന് നോക്കും. എന്നിട്ടേ അത് കൃത്യമായി ഒരു FIR-ലേക്കും കേസിലേക്കും ഒക്കെ എത്തുകയുള്ളൂ എന്നുള്ളത് ക്ലിയർ ആണ്. അവിടെ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത്? അങ്ങനെ ഒരു പ്രൊട്ടക്ഷനിലേക്ക് പോകേണ്ടതുണ്ടോ? കൃത്യമായ പരാതിയാണെങ്കിൽ അതിൽ ഒരു നടപടി എടുക്കുകയല്ലേ വേണ്ടത്. ഇവിടെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകളാണല്ലോ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 19-ാം തീയതി പൊതുമധ്യത്തിലേക്ക് വന്നതാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 16 പരാതികളുണ്ട്. ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ 50-ലധികം പേർ പറഞ്ഞിട്ടുണ്ട് തങ്ങൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച്. അത് പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഡ്രഗ്സ് ഉണ്ട്, അബ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ 52 പേരുടെ, 52 അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല, അത്രയും പേരുടെ എക്സിബിറ്റ്സ് അടക്കം തെളിവുകളുണ്ട്. ഇപ്പോൾ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയ പലരുടെയും പക്കൽ തെളിവുകളില്ല. അല്ലെങ്കിൽ ചിലതൊക്കെ ആരോപണങ്ങളാണ്, ചിലതൊക്കെ അവർ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെളിപ്പെടുത്തിയ ആളുകളിലേക്ക് അവരോട് ചോദിക്കാമല്ലോ നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന്. അത് ചോദിക്കാൻ തയ്യാറാകാത്തത് എന്താ? അപ്പോൾ അറിയാം, നടക്കില്ല. ഇതിപ്പോൾ നമ്മളെയൊക്കെ കബളിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. ആ സംശയം കൂടി ഞാനിവിടെ തുറന്നു വെക്കുകയാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കുന്നതിനായി ഒരു SIT, ആ അന്വേഷണത്തിന് പിന്നാലെ, ആ മൊഴിയെടുക്കലിന് പിന്നാലെ മാധ്യമങ്ങൾ പോകും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്നത് ഏതാണ്? ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ WCC ആവശ്യപ്പെട്ടതനുസരിച്ച് ആരൊക്കെയാണ് ഇരയാക്കപ്പെട്ടതെന്ന് WCCക്ക് അറിയാം. ആ ആളുകളെയൊക്കെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീകളൊക്കെ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. അവരിലേക്കൊന്നും, അവരുടെ അടുത്തേക്കൊന്നും ഈ പ്രത്യേക അന്വേഷണ സംഘം പോകില്ല കോടതി നിർദ്ദേശിക്കുന്നത് വരെ. കോടതിയിൽ നിന്ന് സെപ്റ്റംബർ 10-ാം തീയതി വരുന്ന നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് ആക്ട് ചെയ്യാമെന്നാണ് ഇപ്പോഴും പറയുന്നത്. SIT രൂപീകരിക്കുമ്പോൾ ഒറ്റ വരി പോലും പറയുന്നില്ല അതിനകത്ത് ഈ ഹേമ കമ്മിറ്റിയിൽ വന്ന് വെളിപ്പെടുത്തിയ ആളുകൾക്കും പരാതി നൽകാം. അങ്ങനെയുള്ള ആരും പോയിട്ടുമില്ല. ഇപ്പോഴുള്ളതെല്ലാം ഫ്രഷ് ആണ്, അതായത് പുതിയ അലിഗേഷൻസ് ആണ്. ഈ അലിഗേഷൻസിൽ പലതും സ്റ്റാൻഡ് ചെയ്യാൻ പോകുന്നുമില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് ഡ്രഗ്സിനും അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റുകളിൽ സുലഭമാക്കുന്ന മറ്റൊരു മാഫിയ സമാന്തരമായി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. അതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ഈ ഇരകളുടെ സ്വകാര്യതയൊന്നും വിഷയമല്ലല്ലോ. സെറ്റുകളിൽ അന്വേഷണം നടത്താമല്ലോ. ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് പുറത്തു വന്ന ഡോക്യുമെന്റിൽ, 233 പേജുള്ള ഡോക്യുമെന്റിൽ ഈ പറയുന്ന ഡ്രഗ് നെക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഡ്രഗ് നെക്സസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. സെറ്റുകളിൽ മദ്യപിച്ച് വരുന്ന, അതുപോലെ തന്നെ മോശമായി അശ്ലീലം പറയുന്ന ആളുകളൊക്കെ വിഹരിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ അന്വേഷണമാകാം. അതും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എനിക്ക് അത് എത്രത്തോളം ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്നറിയില്ല. പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരി മാഫിയയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും യാഥാർത്ഥ്യമാണ്.
അപ്പോൾ ഈ ഡ്രഗ്സിന്റെ കേന്ദ്രമായി നിൽക്കുന്നത് എവിടമാണ് എന്നത് കണ്ടെത്തണം. ആരൊക്കെയാണ്, ഏതൊക്കെ വ്യക്തികളാണ് സെറ്റുകളിൽ പുതിയ ആളുകളിലേക്ക് ഡ്രഗ്സ് എത്തിക്കുന്നത് എന്നുള്ളത് പറയണം. ആ സെറ്റിലെ ലഹരിയിലെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ തന്നെ പോകാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇരയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ട് അന്വേഷണത്തിലേക്ക് എത്തിയാൽ മതി മറ്റു കാര്യങ്ങളിൽ, സെക്ഷൽ അലിഗേഷൻസിൽ. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങാം, അത് ചെയ്യുന്നില്ല. അപ്പോൾ എവിടെയാണ് പവർ എന്ന ചോദ്യത്തിന് ഉത്തരം ചെന്ന് നിൽക്കുന്നത് തീരുമാനമെടുക്കേണ്ട പവർ സെന്ററിലേക്കാണ്, മുഖ്യമന്ത്രിയിലേക്കാണ്. ശരി. Meet the editors.